നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ് ഇവിടെ, ഒരു രക്ഷയില്ല. ഇന്നിപ്പോ കുറച്ച് നേരം തൊട്ട് ഇങ്ങനെ തോർന്നിട്ടുണ്ട് കേട്ടാ. സ്നേഹം ഒരു പോർവൈക്കുൾ ഇരുതൂക്കം. ഞാനാണെങ്കിൽ മഴയുണ്ട്, തണുപ്പുണ്ട്, പിന്നെ എനിക്ക് തീരെ വയ്യാതിരിക്കണ ബിനീഷ, വയ്യാൾക്ക്. ഞാൻ അപ്പുറത്ത് ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട്. അപ്പൊ ഞാൻ മഴയൊക്കെ മാറിയല്ല, ഭയങ്കര മഴ. ഇവിടെ കാറ്റ് വന്നിട്ട് പേരമരൊക്കെ എങ്കേയും പോകാമോ ദിനം വീട്ടിൽ. നമ്മളെ ചേനയൊക്കെ വളഞ്ഞു പോയി, എല്ലാം ആകെ കൊണ്ടുപോയിട്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ എണീറ്റ് വന്നപ്പോഴാണ് ഇതൊക്കെ ഈ കാഴ്ചയൊക്കെ കാണിച്ചായ പറഞ്ഞു. ഭയങ്കര കാറ്റും ബഹളമൊക്കെ ആയിരുന്നു ഇവിടെ. ഞാൻ കിടക്കണിന്ന് വയറുവേദനയൊക്കെ എടുത്തിട്ട് തീരെ വയ്യ. പിന്നെ ഇവിടുത്തെ പാചകവും പരിപാടിയൊക്കെ ഞാൻ തന്നെ എടുക്കേണ്ടി വന്നിട്ടാ. പിന്നെ നമ്മുടെ റോണാണെങ്കിലും അവൻ ഫുൾ ടൈം മഴ കാരണം അവന് ഭയങ്കര സന്തോഷം. ഫുൾ ടൈം കളിയാണ് അവൻ. വാനം പോലെ ഒരു 100 കൈ നീ. വയറുവേദനത്തിരിക്കണോണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കണേന്ന് വെള്ളം ചൂടായിട്ടുണ്ടാവും. ഞാൻ പോയെന്നാ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇച്ചായി പോയി വെള്ളം എടുത്തിട്ട് വെച്ചാട്ടാ. ഞാനപ്പോ കുളിച്ച് റെഡി ആയിട്ടൊക്കെ അങ്ങനെ ഇരിക്കണേന്ന്. അപ്പൊ ഇച്ചായി വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് കുടിക്കാല്ല. ഇപ്പൊ നമുക്ക് ചൂടുവെള്ളം ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ആശ്വാസം ഇരിക്കും. അതുപോലെ തന്നെ ആ ചൂടുവെള്ളം കുടിക്കുന്ന ടൈമിൽ ആ കപ്പ് എടുത്തിട്ട് വയറ്റത്ത് ഇങ്ങനെ തടവി ഇരിക്കുമ്പോൾ ആ വയറുവേദനയും അങ്ങനെ ഇച്ചിരി ആശ്വാസം കിട്ടും. ഞാൻ അങ്ങനെ എന്താ ചെയ്യാറ് മിക്കപ്പോഴും. ഒന്നില്ലെങ്കിൽ കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് ചൂടുവെള്ളം കൊടുക്കട്ടെ. ചൂടുണ്ട്. അടൈമഴை വരും അത് നനൈവോമേ കുളിർ കാഴ്ചലോട് സ്നേഹം. ആൾക്ക് ചൂടുവെള്ളം ഇല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും. വയറുവേദന പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചതിനെ കുറച്ച് ആശ്വാസം എന്നാ പറയണത്. പിന്നെ മുട്ടയൊക്കെ വാട്ടി തന്നായിരുന്നു ടീച്ചായി. മുട്ട വാട്ടി തന്ന് 2 മുട്ട വാട്ടിയത് കഴിച്ചു. നമുക്കിത് ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡും അങ്ങനെ അധികം കഴിക്കാൻ അതൊന്നും തോന്നൂല. എവിടെയെങ്കിലും ചുണ്ടൂടി കിടന്നാൽ മതി എന്നുള്ളൊരു തോന്നലായിരിക്കും. അപ്പൊ ആ സമയം ആകുമ്പോഴത്തേക്കും പിന്നെ പണിയും കാര്യങ്ങളൊക്കെ എനിക്കാവും. അപ്പൊ പിന്നെ നമ്മൾ ഈ സമയത്ത് നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരും കെയർ ചെയ്യാനാണ്. അപ്പൊ അതുകൊണ്ട് ചൂടുവെള്ളം കുടിക്കണേന്ന് ഈ ടൈമിലൊക്കെ പിന്നെ ആൾക്ക് ഭയങ്കര ആശ്വാസമാണ്. ചൂട് ആ ടൈമിൽ ഇങ്ങനെ ഇച്ചിരി ചൂട് വയറ്റിലൊക്കെ ഇങ്ങനെ വെച്ച് വെച്ചിങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് ഒരു സുഖം കിട്ടും. പിന്നെ അതുപോലെ നമ്മുടെ ജിവിയും കൊച്ചിന്റെ വീഡിയോ അടുത്ത ദിവസങ്ങളിലൊക്കെ വരും കേട്ടോ. അവരുടെ ഹോം ടൂർ വരും. പിന്നെ അതേപോലെ തന്നെ അവരിന്ന് 2 ദിവസത്തേക്ക് എറണാകുളത്തോട്ട് പോയേക്കണേണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരായിട്ടുള്ള ഒരു വീഡിയോസ് ഒക്കെ ഉണ്ടാവും. പതിയെ നമ്മൾ എന്തായാലും അതൊക്കെ കാണിക്കാം. നല്ല സ്റ്റൈലും വീടായിരിക്കും. അടുത്ത വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. തലയിൽ വെള്ളമുണ്ട് തോർത്തത്. തല തോർത്തൂല. തല തോർത്ത ഭയങ്കര മടിയുണ്ട്. തലയൊക്കെ ആകെ നനഞ്ഞിരിക്കണേ. മഞ്ഞു പൂഞ്ചോല എന്തോ ഇപ്പോഴും എന്നെ വഴക്ക് പറയണ ഒരേ ഒരു കാര്യം ഉണ്ടായി, തല തോർത്താൻ വേണ്ടി. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെള്ളം അതുപോലെ ഞാൻ തോർത്തി കൊടുക്കുന്നതാണ് ഇഷ്ടം. കാറ്റും ഒരുപാട് നാളായലഞ്ഞു. ഇഷ്ടം. പിന്നെ വെള്ളം നല്ലപോലെ തലേന്ന് പോകോട്ടെ ഇച്ചായി തോർത്തിട്ടുണ്ട്. ഞാൻ തോർത്തി കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് എന്താണെന്നറിയില്ല, തല തോർത്താൻ വേണ്ടി അത്രയ്ക്ക് വലിയ വശമില്ല. വെറുതെ ഇങ്ങനെ ഉരച്ചാൽ മതിയെങ്കിലും പക്ഷെ മടിയല്ല, ഇങ്ങനെ മുടിയിൽ തന്നെ വെള്ളം ഇരിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ കുറെ നേരം കഴിയണം മുടിയിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇച്ചായി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സുഖം. പിന്നെ അതുപോലെ ഭയങ്കരമായിട്ട് മുടിയൊക്കെ കൊഴിയുന്നുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും റെസിപ്പി ഒക്കെ ഉണ്ടെങ്കിൽ റെസിപ്പി എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടാ. എനിക്ക് എണ്ണകൾ കാച്ചി തേക്കുമ്പോ ഉണ്ടല്ലോ, എനിക്ക് തലവേദനയും നീരിറക്കമൊക്കെ വരും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാനുള്ള വേറെ എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ എല്ലാവരും. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു സംഭവം കാണിച്ചു തരാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അധികം നീട്ടി വലിക്കണമൊന്നുമില്ല. ഇപ്പൊ പീരീഡ്സ് ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് അത്യാവശ്യമുള്ളൊരു സാധനമാണ് നമുക്ക് പാഡ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പുതിയൊരു പാഡാണ് നമ്മുടെ എവർട്ടീൻ്റെ. ഞാനിപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്നത് പാഡ് എവർട്ടീൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് വേറെ ഒരു പാഡാണ്. നമുക്ക് എവർട്ടീൻ്റെ പീരീഡ് കെയർ ഡബിൾ എക്സൽ സാനിറ്ററി പാഡ്. അപ്പോൾ ഇതാണ് സംഭവം വരുന്നത് കേട്ടോ. ഇതെല്ലാം ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നമുക്ക് ഇതിനകത്ത് 40 പാഡുകളാണ് വരുന്നത്. ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 320 mm വരെ വരുന്നുണ്ട്. പിന്നെ ഡ്രൈ ടോപ്പ് ലെയർ ആണ് കേട്ടോ ഇതിൻ്റെ. അതൊരു പ്രത്യേകതയാണ്. കണ്ടതേ, ഡ്രൈ ടോപ്പ് ലെയർ ആണ്. നമുക്ക് ഇതിന് മുമ്പ് യൂസ് ചെയ്തതെന്ന് വെച്ചത് വേറെ ആയിരുന്നു. ഇത് ഡ്രൈ ടോപ്പ് ലെയർ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ കേട്ടോ വരുന്നത് കേട്ടോ.
ഇതേപോലെ പാക്കിങ് നമ്മുടെ മറ്റേ പാഡ് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ പാക്കിങ്ങും ചെയ്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2x ഫാസ്റ്റർ അബ്സോർപ്ഷൻ ആണ്. നല്ലോണം തന്നെ നമുക്ക് ലീക്കേജ് കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന്, അതായത് ഹെവി ഫ്ലോ ഉള്ള ടൈമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പാഡാണിത്. പിന്നെ ഡ്രൈ ആയിട്ടാണ് ടോപ്പ് ലെയർ വരുന്നത്, ഡ്രൈ ആയിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നോ ലീക്കേജ് ആണ്. നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. കൂടുതലും നമുക്ക് രാത്രി ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് കുറച്ചുകൂടി വീതി കൂടുതലുണ്ട് കേട്ടാ. ഇതിനകത്ത് എക്സ്ട്രാ വൈഡ് ബാക്ക് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതേ നല്ല പോലെ തന്നെ പശയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടാ. അപ്പൊ നമുക്കിത് ഒട്ടിച്ചു കഴിഞ്ഞാൽ വിട്ടു പോകുന്നുള്ള ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. പിന്നെ ഇതിനകത്ത് വേപ്പും കുങ്കുമപ്പൂവും കൂടി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചൊറിച്ചില്, ഇറിറ്റേഷൻസ്, പിന്നെ ടാന് ഇതൊന്നും തന്നെ ഉണ്ടാവൂല. ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് നല്ലപോലെ തന്നെ അബ്സോർവ് ചെയ്യും. നമുക്ക് നമ്മുടെ ബ്ലഡ് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ വീഴുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് വലിച്ചെടുക്കലുണ്ട്. അല്ലാതെ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ട് ലീക്കേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഇത് കോട്ടണിറ്റി സോഫ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡബിൾ സ്ലാബ് സിസ്റ്റം ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ വൈഡ് ബാക്കിൽ കുറച്ച് വൈഡായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ബാക്കിലോട്ടൊക്കെ ഇപ്പം രാത്രിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിടക്കുമ്പോൾ നമുക്ക് ബാക്കിലോട്ട് ബ്ലഡ് ചെറുതായിട്ട് ഒഴുകി വന്ന് ചില ഇതൊക്കെ വരും, നമുക്ക് ലീക്കേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പം ആ ഒരു പ്രശ്നം ഇതിന് ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത് അബ്സോർബ് ആകണേന്നുള്ളത് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കണം കേട്ടോ. കണ്ടാ, അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, മൊത്തത്തിൽ ഒഴിച്ചു. കണ്ടാ, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കൈയൊന്ന് ഞാൻ പ്രസ് ചെയ്യണം കേട്ടോ. കണ്ടാ, കൈ പ്രസ് ചെയ്തു. ഇനി ഞാൻ എൻ്റെ കൈയൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതേ കൈയൊന്ന് നോക്കി. കണ്ട, കയ്യിൽ ഒട്ടും വെള്ളമോ കാര്യങ്ങളൊന്നും, ഞാൻ ഒഴിച്ച വെള്ളം പോലും വന്നിട്ടില്ല. അപ്പൊ അത്രയും അബ്സോർബ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്രയും നല്ലതാണ്. നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ചൊറിച്ചില് കാര്യങ്ങളൊന്നും ഇല്ല. ചില പാഡുകൾ വെക്കുമ്പോൾ തന്നെ നമുക്ക് ചൊറിച്ചില് വരും. പക്ഷെ നമുക്ക് എവർടീൻ്റെ പീരിയഡ് കെയർ ഡബിൾ എക്സൽ സാനിറ്ററി പാഡ് നമുക്ക് നല്ലത് തന്നെയാണ്. യൂസ് ചെയ്തിട്ട് ഞാൻ ഇതും ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണത്. എന്തായാലും നമുക്ക് അവരുടെ തന്നെ കമ്പനിയിൽ ഇത് തന്നെയാണല്ലോ ഉണ്ടല്ലോ. അപ്പം വേറൊരു പാഡ് യൂസ് ചെയ്തല്ലോ. അപ്പൊ എന്തായാലും ഇത് നല്ലതായിരിക്കും എന്ന് നല്ലൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയതാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും പറയും ഇതിന് ഭയങ്കര റേറ്റ് ആയിരിക്കും, ഇത്രയും വലിയ കട്ട പാഡാണ്, 40 പാഡുകളുണ്ട്, അപ്പൊ ഇത്രയും റേറ്റ് വരുമെന്നുള്ളത് അങ്ങനെയൊന്നുമില്ല. നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ചില ടൈമിൽ നമുക്ക് ഓഫർ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന റേറ്റ് ആയിരിക്കൂല. മിക്കപ്പോഴും റേറ്റ് വളരെ കുറവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും ഒന്ന് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ.